തിരുനെൽവേലിയിൽ ആശുപത്രി മാലിന്യങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ 2 പേരെ സുധമല്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. മായാണ്ടി, മനോഹരൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ ലക്ഷങ്ങൾ കമ്മീഷൻ വാങ്ങി കേരളത്തിൽ നിന്ന് മെഡിക്കൽ മാലിന്യങ്ങൾ ശേഖരിച്ച് ഇവിടെ തള്ളിയതാണെന്നാണ് പോലീസ് പറയുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം സുത്തമല്ലി പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. തിരുനെൽവേലിയിലെ നടുക്കല്ലൂർ, കൊടകനെല്ലൂർ, പാലാവൂർ ഭാഗങ്ങളിലാണ് ട്രക്കുകളിലെത്തിച്ച മാലിന്യം തള്ളിയത്. മാലിന്യം തള്ളുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. AIADMKയും BJPയും DMK സർക്കാരിനെതിരെ രംഗത്ത് വന്നു. കേരളത്തിൽ നിന്നും മാലിന്യം തള്ളുന്നവർക്ക് DMK സർക്കാർ ഒത്താശ ചെയ്യുന്നതാണ് BJP സംസ്ഥാന പ്രസിഡന്റ് K. അണ്ണാമലൈ എക്സിൽ കുറിച്ചത്. മുഖ്യമന്ത്രിയുടെ സെല്ലിൽ പരാതി ലഭിച്ചിട്ടും അവഗണിച്ചു. മാലിന്യം തള്ളുന്നത് തുടർന്നാൽ ലോറിയിൽ കയറ്റി മാലിന്യങ്ങൾ തിരികെ കേരളത്തിലേക്ക് കൊണ്ടുപോകുമെന്നും അണ്ണാമലൈ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സ്വകാര്യ ആശുപത്രികളും സർക്കാർ ആശുപത്രി ജീവനക്കാരും വിൽക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തിൽ പുനരുപയോഗിക്കാൻ സാധിക്കാത്തവയാണ് വലിച്ചെറിയുന്നതെന്നാണ് സംശയം. മരുന്നുകളും ശുചീകരണ ലായനികളും ഉൾപ്പെടെ ഒട്ടേറെ സാധനങ്ങൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ക്യാനുകളും മറ്റും കച്ചവടക്കാർ വാങ്ങാറുണ്ട്. അവർ ഇവിടെ സൂക്ഷിച്ച ശേഷം ഒരുമിച്ച് തമിഴ്നാട്ടിലെ പ്ലാസ്റ്റിക് പുനരുപയോഗ കമ്പനികൾക്ക് നൽകും. ഇത്തരം മാലിന്യത്തിൽ പുനരുപയോഗ സാധ്യത ഇല്ലാത്തവ ഉണ്ടാകും. അതാണ് വഴിയിൽ തള്ളുന്നതെന്ന് മുൻപ് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് IMA ഭാരവാഹികൾ പറഞ്ഞു. പല സ്ഥലത്തും മാലിന്യം വലിച്ചെറിഞ്ഞത് റിപ്പോർട്ട് ചെയ്തപ്പോൾ IMAയുടെ സ്ഥാപനമായ ഇമേജുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് കണ്ടെത്താനാണ് IMA ഇതേക്കുറിച്ച് പരിശോധന നടത്തിയത്. അതേസമയം റീജിയണൽ ക്യാൻസർ സെന്ററിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി പരിശോധന നടത്തിയിരുന്നു. പണം ഞങ്ങൾ തരും. RCCയിലെ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ 2 ഏജൻസികൾക്കാണ് കരാർ നൽകിയിരുന്നത്. സർജറി, ക്ലിനിക്കൽ മാലിന്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ മാലിന്യ സംസ്കരണ സ്ഥാപനമായ പാലക്കാട്ടെ ഇമേജിലേക്ക് കൊണ്ടുപോകും. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മറ്റു മാലിന്യങ്ങൾ സംസ്കരിക്കാൻ സുനേജ് ഇക്കോസിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡിനാണ് കരാർ നൽകിയിരിക്കുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ലൈസൻസ് 2 സ്ഥാപനങ്ങൾക്കുമുണ്ടെന്നും RCCയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. RCCയിൽ നിന്ന് എടുക്കുന്ന മാലിന്യം സംസ്കരിക്കാൻ സ്ഥാപനങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് പരിശോധിച്ച ശേഷമാണ് കരാർ നൽകിയതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇമേജ് എടുക്കുന്ന സാധനങ്ങൾ പാലക്കാട് സംസ്കരിക്കുമെന്നും പുറത്തേക്ക് കൊണ്ടുപോകില്ലെന്നും IMA പ്രതിനിധികൾ അറിയിച്ചു. അതേസമയം ആശുപത്രി മാലിന്യങ്ങൾ സുരക്ഷിതമായും ഉത്തരവാദിത്തത്തോടെയും കൈകാര്യം ചെയ്യാൻ ഫലപ്രദമായ സംവിധാനങ്ങൾ RCC സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഉൾപ്പെടെ വേർതിരിച്ച് സംസ്കരിക്കുന്നതിനുള്ള നടപടികളാണ് നടപ്പാക്കുന്നതെന്നും ആശുപത്രിയിലെ പൊതുമാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുന്നത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും കേരള ശുചിത്വ മിഷന്റെയും അംഗീകാരമുള്ള സുനേജ് ഇക്കോസിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡാണ്.